പ്രകൃതി എന്നും മനോഹരിയാണ്. അത് നമ്മളിന്ന് ആസ്വദിക്കുകയും ചെയ്യും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ മീഡിയകളിൽ ഹിഡൻ സ്പോട്ടുകൾ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിലെ വീഡിയോകൾ കാണുകയും ആ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോയി ആ സ്ഥലങ്ങളുടെ മനോഹരിത ആസ്വദിക്കുന്നവരും അല്ലേ. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വൈപ്പിന്റെ അടുത്തുള്ള ഒരു വരണ്ട ഭൂമി. പക്ഷെ ഈ കാണുന്നതെല്ലാം പൊന്നാണോ? നമസ്കാരം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായ സോഷ്യൽ മീഡിയകളിൽ ഹിഡൻ സ്പോട്ടുകൾ ഇല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിലെ വീഡിയോകൾ കാണുകയും ആ വീഡിയോസ് എല്ലാം നമ്മൾ ആകർഷ്ടരായി ആ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോയി ആ സ്ഥലം ആസ്വദിക്കുന്നവരും അല്ലേ. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. എന്ത് മനോഹരമായ വിഷ്വൽസ് അല്ലേ. മണ്ണിൽ ടൈലുകൾ ഇട്ട് പോലെ വളരെ മനോഹരമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. പക്ഷെ ഈ കാണുന്നതെല്ലാം പൊന്നാണോ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഹിഡൻ സ്പോട്ട് റിവീലിംഗ് എന്ന രീതിയിൽ ഈ ഒരു സ്ഥലം കാണുകയുണ്ടായി. ഇത് കറക്റ്റ് വൈപ്പിൻ LNG റോഡിൽ വളരെ വിശാലമായി തുറന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ്. ആർക്ക് വേണമെങ്കിലും വരാം. ഈ ഒരു സ്ഥലം എത്രത്തോളം മനോഹരമാണ് എന്ന് നിങ്ങളെ കാണിച്ചു തരുവാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ സ്ഥലത്ത് എത്രത്തോളം അപകടം ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ഒരു സ്ഥലത്തെ കുറിച്ച് വീഡിയോ ചെയ്ത് ഈ ഒരു സ്ഥലത്തെ വാനോളം പുകഴ്ത്തുന്നവർ ഒരിക്കലും ഈ സ്ഥലത്തിന്റെ അപകടങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. അതറിയാതെ നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. അത് കൃത്യമായി നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇത് വരണ്ടുണങ്ങിയ ഒരു ഭൂമിയാണ്. ഇടയ്ക്ക് ചതുപ്പ് നിലമുണ്ട്. ഇതിന്റെ ഏറ്റവും അങ്ങേ പുറകിലായിട്ട് ഒരു മലിനമായ ഒരു കുളം ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ഈർപ്പം എടുത്ത് ആ ഒരു ഭാഗത്ത് മുഴുവൻ ചതുപ്പ് നിലമാണ്. നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ താന്നു പോകും. പലരും നടന്നു വന്ന് ചതുപ്പിൽ താന്നു പോകാൻ തുടങ്ങിയതിന്റെ തെളിവുകൾ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇപ്പൊ ഈ ചവിട്ടി നടക്കുന്ന സ്ഥലത്തും പോലും ഒട്ടും സുരക്ഷിതമല്ല. ഞാനിപ്പോ നിൽക്കുന്നതും സുരക്ഷിതമായ ഒരു സ്ഥലത്തല്ല. ഇത് വളരെ കട്ടിയുള്ള കല്ലാണ് എന്ന് എല്ലാവരും വിചാരിക്കുമെങ്കിൽ ഇതൊന്ന് കണ്ടു. കണ്ടോ, ഇത്രയും ചതുപ്പാണ്. ഇത് വെറും ചെളി മാത്രമാണ്. ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് വരുന്നത് വളരെ അപകടകരമാണ്. കാരണം ചതുപ്പിൽ താന്നു പോയാൽ രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല. ഇത് വൈപ്പിൻ ബീച്ചിലേക്കുള്ള ഒരു വഴിയാണെങ്കിൽ കൂടി ഇതിലൂടെ അധികം വാഹനങ്ങളൊന്നും പോകാറില്ല. കണ്ടെയ്നർ ലോറികളോ അല്ലെങ്കിൽ ചെറുകിട വാഹനങ്ങളോ ഇടയ്ക്ക് പോയാലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിളിച്ചു കൂവിയാൽ പോലും ആരും അറിയില്ല. അത്രയും അപകടകരമായ ഒരു സ്ഥലത്തെയാണ് ഒരു ഹിഡൻ സ്പോട്ട് അല്ലെങ്കിൽ പ്രകൃതിയുടെ മനോഹാരിത എന്നൊക്കെ പറഞ്ഞ് ചില സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തുന്നത്. ഇവിടെ അപകടമുണ്ടെന്ന് ഉറപ്പ് വരുത്തി അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വളരെ ഓരോ അടിയും സൂക്ഷിച്ചു വെച്ച് എൻ്റെ കാല് പോലും ചതുപ്പിലിപ്പോൾ താന്നു പോകേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സ്ഥലത്തെക്കുറിച്ച് വാനോളം പുകഴ്ത്തുമ്പോൾ ആ സ്ഥലം എത്രത്തോളം അപകടകരമാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ഈ വിഷ്വലിലെ ഫിൽറ്ററും ഭംഗി മാത്രം കണ്ട് ഇവിടെ വരുന്നവർ അപകടത്തിലായ അതിന് ആര് സമാധാനം പറയും? എല്ലാവരും സോഷ്യൽ മീഡിയ അന്ധമായി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അന്ധമായി വിശ്വസിക്കുന്ന സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം കള്ളത്തരമുണ്ടെന്ന് കൂടി നമ്മളൊന്ന് അവലോകനം ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രകൃതി എന്നും മനോഹരിയാണ്. അത് നമ്മളിന്ന് ആസ്വദിക്കുകയും ചെയ്യും. പക്ഷേ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ആവരുത് ആ ഒരു ആസ്വാദനം.